അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം ന്യൂഡൽഹിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ലോകവേദിയിൽ അമേരിക്കയുടെ 3 ബദ്ധശത്രുക്കളും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന 3 വൻശക്തികളും ഒരൊറ്റ വേദിയിൽ ഒത്തുചേരുകയാണ്. അതും നമ്മുടെ ഇന്ത്യയിൽ. ലോകക്രമം മാറുന്നതിന്റെയും ഇന്ത്യ ആഗോള രാഷ്ട്രീയത്തിന്റെ അനിശ്ചിത ശക്തി കേന്ദ്രമായി മാറുന്നതിന്റെയും വ്യക്തമായ സൂചനയാണ്. ഈ വർഷം സെപ്റ്റംബർ 12, 13 തീയതികളിൽ ന്യൂഡൽഹി വേദിയാകുന്ന ബ്രിക്സ് ഉച്ചകോടിയാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുക. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിൽ എത്തുമെന്നാണ് ഇതിൽ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള കാര്യം. ഷീ ജിൻപിങ്ങിനൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ദില്ലിയിൽ വിമാനമിറങ്ങുമെന്ന് റഷ്യൻ ഭരണകൂടം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ട്രംപിനെ ഏറ്റവും അസ്വസ്ഥനാക്കുന്ന സാന്നിധ്യവുമായി ഇറാന്റെ നേതൃത്വവും ദില്ലിയിൽ എത്തുന്നതോടെ അമേരിക്കൻ വിരുദ്ധ ചേരിയുടെ ഏറ്റവും വലിയ സംഗമവേദിയായി ഇന്ത്യ മാറും. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെയോ വിലക്കുകളെയോ വകവയ്ക്കാതെയാണ് ഈ ലോക നേതാക്കൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെയും ഒപ്പം രാഹുൽ ഗാന്ധിയുടെയും ഉറക്കം കുറച്ച് നാളത്തേക്ക് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി. ഇനി ഡൊണാൾഡ് ട്രംപ് രാഹുൽ ഗാന്ധിയിലൂടെ സംസാരിക്കാൻ പോകുന്ന നാളുകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. റഷ്യയും ചൈനയും ഇറാനും പങ്കെടുക്കുന്ന ഈ ബ്രിക്സ് മീറ്റിംഗ് നടത്താൻ അനുവാദം ചോദിച്ച് വൈറ്റ് ഹൗസിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന മോദിയെ ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ജോർജ് സോറോസിനൊപ്പം വെക്കേഷന് പോയില്ലെങ്കിൽ മാത്രം. എന്നാൽ ന്യൂഡൽഹിയിലെ ഈ മഹാസംഗമത്തിന് മുന്നോടിയായി മറ്റൊരു സുപ്രധാന കൂടിക്കാഴ്ച കൂടി നടക്കാൻ പോവുകയാണ്. അടുത്ത മാസം കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലോക നേതാക്കളുമായി നേരിട്ട് മുഖാമുഖം ചർച്ചകൾ നടത്തും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ, പ്രാദേശിക സുരക്ഷ, വ്യാപാരം എന്നിവയാകും ഇതിൽ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അമേരിക്കയുടെ സാമ്പത്തിക വിലക്കുകളെ മറികടന്ന് സ്വന്തമായി വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു ബദൽ സംവിധാനമാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിനിടയിൽ 2027 SCO ഉച്ചകോടിയിലേക്ക് പാകിസ്ഥാനും പ്രധാനമന്ത്രി മോദിയെ ഔദ്യോഗികമായി ക്ഷണിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഒരു വശത്ത് ചൈനയുമായി അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ രാജ്യങ്ങളെല്ലാം യാതൊരു മടിയുമില്ലാതെ ഇന്ത്യയുടെ മണ്ണിൽ ഒത്തുചേരുന്നു എന്നത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമാണ്. ലോകം അമേരിക്കയുടെ കാൽ കീഴിലാണെന്ന ദാർഢ്യത്തിനേറ്റ കറുത്ത പ്രഹരം കൂടിയാണ്. ശത്രുക്കൾക്ക് പോലും ഒത്തുചേരാനും സംവദിക്കാനും ഇന്ത്യയുടെ മണ്ണ് ആവശ്യമാണ് എന്ന തലത്തിലേക്ക് ഇന്ത്യയുടെ പദവി ഉയർന്നിരിക്കുന്നു. അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ലോകക്രമത്തെ വെല്ലുവിളിക്കുന്ന ഇന്ത്യയിൽ രൂപപ്പെടുന്ന ഈ പുതിയ കരുത്തുറ്റ സഖ്യത്തെ തികഞ്ഞ നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അമേരിക്കയ്ക്ക് ഇനി കഴിയൂ. ആഗോള രാഷ്ട്രീയത്തിൽ ഇനി ഇന്ത്യയുടെ തീരുമാനങ്ങൾ ലോകത്തിന്റെ തന്നെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.